ഹായ് ആൻഡ് വെൽക്കം ടു ദിനേഴ്സ് ക്ലാസ്സസ്. അപ്പം നമ്മൾ 8th ലെസൺ 2 ആണ് എടുക്കുന്നത്, സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ലെസൺ. ഓക്കെ, അതിൽ ആദ്യത്തെ എക്സസൈസ് ആണ് ഈ ലെസൺ. ഇപ്പോൾ ഫസ്റ്റ് ലെസൺ വെച്ച് നോക്കുമ്പോൾ ഈ ലെസൺ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. സമവാക്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അറിയേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് പ്രോബ്ലം 2-3 പ്രാവശ്യം വായിച്ചു നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ചെയ്യല്ലേ. അപ്പം ആദ്യത്തെ എക്സസൈസ് പേജ് നമ്പർ 34-ത്തെ ആദ്യത്തെ എക്സസൈസ് കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100 മാർക്കും ആയേനെ. രാജന്റെ സങ്കടം. ഓക്കെ, രാജന്റെ സങ്കടമാണ് പറയുന്നത്. 6 മാർക്കും കൂടി കിട്ടിയെങ്കിൽ അവന് കണക്ക് പരീക്ഷയിൽ 100 മാർക്ക് കിട്ടിയാനെന്നാണ് പറയുന്നത്. അപ്പോൾ രാജന് എത്ര മാർക്ക് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രാജന്റെ മാർക്കാണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ലെറ്റ് എക്സ് ആണ് രാജന്റെ മാർക്ക്. ഓക്കെ, എക്സ് ആണ് രാജന്റെ മാർക്ക് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താ രാജ പറഞ്ഞിരിക്കുന്നത്? 6 മാർക്കും കൂടി കൂടുതൽ കിട്ടിയാൽ, അപ്പൊ എക്സ് മാർക്കാണല്ലോ അവന് കിട്ടിയിരിക്കുന്നത്. അതിന്റെ കൂടെ 6 മാർക്കും കൂടി കിട്ടിയാൽ കൂടിയാൽ 6 മാർക്കും കൂടി കൂടിയാൽ അവന് എത്ര മാർക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്? 100 മാർക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. ഫുൾ മാർക്ക് കിട്ടും എന്നാണ് പറഞ്ഞത് അല്ലേ? കണ്ടില്ലേ, സമവാക്യായില്ലേ? സമവാക്യം എന്ന് പറഞ്ഞാൽ സമവാക്യായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ ഒരു സൈഡിൽ നിർത്തണം, നമ്പേഴ്സിനെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ എങ്ങനെയാവും? എക്സിനെ ഇവിടെ നിർത്തി, എക്സ് ഈക്വൽ ടു 100 ആണുള്ളത്, 100 എഴുതി. ഇവിടെ +6 ഉള്ളത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ഉള്ളത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസും, ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസും ആവും. ഇതൊക്കെയാണ് ഈ സമവാക്യങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. ഇതാണ് പഠിക്കാന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, അപ്പോ +6 ഉള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ -6 ആവും. അപ്പൊ അവന് എത്ര മാർക്ക് കിട്ടി? 94, അതായത് 94 മാർക്ക് കിട്ടി. ഈ 94 മാർക്ക് കണക്കിൽ മേടിച്ചിട്ട് ആരെങ്കിലും വിഷമിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അങ്ങനെയാണോ? ഒരു 94 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ വിഷമിക്കാറുണ്ടോ? ഇങ്ങനെയാണ് ഒന്ന് പറയട്ടാ. അപ്പൊ നമുക്ക് ഇനി കഴിഞ്ഞില്ലേ? അപ്പൊ എത്ര മാർക്കാണ് രാജന് കിട്ടിയത്? 94 മാർക്കാണ് കിട്ടിയത്. അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്തത് എന്താണുള്ളത്? പുസ്തകം വാങ്ങാൻ ലിസിക്ക് അമ്മ 60 രൂപ കൊടുത്തു. പുസ്തകം വാങ്ങി മിച്ചം വന്ന 13 രൂപ ലിസി തിരിച്ചേൽപ്പിച്ചു. എത്ര രൂപയ്ക്കാണ് പുസ്തകം വാങ്ങിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എത്ര രൂപയ്ക്കാണ് പുസ്തകം മേടിച്ചത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണോ കണ്ടുപിടിക്കുന്നത് അതിന് എക്സ് എന്ന് കൊടുക്കും. അപ്പൊ നമുക്ക് എഴുതാം, ലെറ്റ് എക്സ് രൂപയ്ക്കാണ് പുസ്തകം മേടിച്ചത്. ഓക്കെ, എക്സ് രൂപയ്ക്കാണ് പുസ്തകം മേടിച്ചത്. ഓക്കെ, അപ്പൊ എത്ര രൂപയാണ് ലിസിയുടെ അമ്മ കൊടുത്തത്? 60 രൂപയാണ് ലിസിയുടെ അമ്മ കൊടുത്തത്. ഓക്കെ, എന്നിട്ട് പുസ്തകം മേടിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി എത്ര രൂപ തിരിച്ചു കൊടുത്തു? 13 രൂപ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ 60 രൂപയിൽ നിന്ന് ബുക്ക് മേടിച്ചു, അപ്പൊ -x അല്ലെ? ബുക്ക് മേടിച്ചപ്പോൾ അതിൽ നിന്ന് മൈനസ് ആയി. അപ്പൊ അവള് എത്ര രൂപയാണ് അവൾക്ക് തിരിച്ചു കൊടുത്തത്? 13 രൂപയാണ് അവള് തിരിച്ചു കൊടുത്തത്. കിട്ടിയില്ലേ? നമ്മുടെ സമവാക്യം ശരിയായില്ലേ? 60 രൂപ അമ്മേനെ മേടിച്ചു, അതിൽ നിന്ന് ബുക്ക് മേടിച്ചു, അപ്പൊ മൈനസ് ചെയ്തു. -x എന്നാണ് രൂപയ്ക്കാണ് ബുക്ക് മേടിച്ചതെന്ന് വെച്ചാൽ അതെടുത്തു, ഈക്വൽ ടു 13. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സിനെ ഒരു സൈഡിലും നമ്പേഴ്സിനെ അപ്പുറത്തെ സൈഡിലും നിർത്താന്നുള്ളതാണ്. ഇവിടെ നോക്കി നോക്കൂ, കണ്ടോ? ഇവിടെ -x കിടക്കുന്നത്. നമുക്ക് എന്താണ്? x രൂപയ്ക്കാണ് നമ്മൾ പുസ്തകം മേടിച്ചത്. അപ്പൊ നമുക്ക് +x ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? +x അല്ലേ ഇവിടെ ഉള്ളത്? നമ്മൾക്ക് -x അല്ലല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ എക്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതി. -x അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായാലും +x ആവും. കറക്റ്റ് അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 60 അതുപോലെ തന്നെ എഴുതി. ഈ 13 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ 13 പ്രത്യേകിച്ച് സൈനുകളൊന്നുമില്ല. സൈനുകൾ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് സൈൻ എന്നാണ് പറയാ?
പ്ലസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൈനസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ മൈനസ് എഴുതും. സൈനുകളൊന്നും ഇല്ലെങ്കിൽ നമ്മളത് പ്ലസ് എന്നാണ് പറയാം. അപ്പൊ 60 - 13 ഈക്വൽ ടു ഈ മൈനസ് എക്സ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് എക്സ് ആകും. ഓക്കെ, അപ്പൊ 60 - 13 അതായത് 60 - 13 എത്രയാണ്? 47. 47 ഈക്വൽ ടു എക്സ്. അപ്പൊ എത്ര രൂപയ്ക്കാണ് അവള് പുസ്തകം മേടിച്ചത്? 47 രൂപയ്ക്കാണ് അവള് പുസ്തകം മേടിച്ചത്. ചെറിയൊരു പ്രോബ്ലം അല്ലേ, വളരെ ഈസിയാണ് അല്ലേ? നമുക്ക് സമവാക്യം എഴുതാൻ കിട്ടണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ചെയ്യുമ്പോഴും പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ്, മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ്, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗോപാലൻ ഒരു കുല പഴം വാങ്ങി. ഓക്കെ, ഒരു കുല പഴം മേടിച്ചു. കേടുവന്ന 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ 46 എണ്ണമുണ്ട്. അപ്പൊ ഒരു കിലോ പഴം മേടിച്ചപ്പോ കേട് വന്നത് മാറ്റി, 7 പഴം കേടായി, അപ്പൊ അത് മാറ്റി. അപ്പൊ ബാക്കി എത്രയുണ്ട്? മാറ്റി കഴിഞ്ഞപ്പോ 46 എണ്ണമാണ് ബാക്കിയുള്ളത്. കുലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 7 പഴം മാറ്റിയപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 46 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ കുലയിൽ എത്ര പഴം എന്ന് ചോദിക്കുമ്പോ ലെറ്റ് എക്സ് പഴങ്ങൾ മേടിച്ചു. ഓക്കെ, എക്സ് ആണ് പഴങ്ങൾ മേടിച്ചത് എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ആ പഴങ്ങൾ മേടിച്ചത് എക്സ്, അതിൽ നിന്ന് 7 പഴം അവൻ നാശമായപ്പോൾ അവൻ കളഞ്ഞു. അപ്പൊ എക്സിൽ നിന്ന് 7 പഴം കുറയാണ് ചെയ്തത് അല്ലെ? അപ്പൊ എക്സ് -7 അല്ലെ? നാശമായിട്ട് കളയാന്ന് പറഞ്ഞാൽ ആ എണ്ണം കുറയാണ് ചെയ്യുക അല്ലെ? അതാണ് എക്സ് -7. അപ്പൊ 7 എണ്ണം കളഞ്ഞപ്പോ എത്ര പഴം ബാക്കി ഉണ്ടായിരുന്നു? 46 പഴമാണ് ബാക്കി ഉണ്ടായിരുന്നത്. സമവാക്യം കിട്ടിയില്ലേ? വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട്? ഇത്ര ഒരു കൊല പഴം മേടിച്ചു, അതിൽ 7 പഴം നാശമായിരുന്നു, അപ്പം അത് കുറയും, നാശമായിട്ട് കളയുമ്പോൾ അത് കുറയും. -7 ഈക്വൽ ടു 46. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിനെ ഇവിടെ നിർത്താൻ, നമ്പേഴ്സിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എക്സ് ഈക്വൽ ടു 46 അതുപോലെ തന്നെ എഴുതാം. ഈ -7 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? +7 ആയിരിക്കും അല്ലെ? മൈനസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? 46 + 7 എത്രയാണ്? 53. അപ്പൊ എത്ര ആണ് ആ കൊലയിൽ എത്ര പഴങ്ങളാണ് ഉണ്ടായിരുന്നത്? 53 പഴങ്ങളാണ് ആ കൊലയിൽ ഉണ്ടായിരുന്നത്. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്തത്, വിമല 163 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു. ഓക്കെ, 217 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? 163 രൂപയ്ക്ക് സാധനം മേടിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി എത്രയുണ്ടായി? മെച്ചമുണ്ടായിരുന്നു? 217 രൂപ മെച്ചമുണ്ടായിരുന്നു. എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കും. അപ്പൊ എക്സ് രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്. എക്സ് രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എക്സ് രൂപ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് അവള് എത്ര രൂപയാണ് ചെലവാക്കിയത്? 163 രൂപയ്ക്കാണ് സാധനങ്ങൾ ചോദിച്ചത്. അപ്പൊ ഈ എക്സിൽ നിന്ന് 163 രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കുന്ന എക്സിന്റെ അവളുടെ കയ്യിൽ നിന്ന് ചെലവാകുമ്പോൾ കുറയും അല്ലെ? ഈ പൈസ കുറയും. അപ്പൊ -167 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു. സോറി, 167 അല്ല, 163 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു. അപ്പൊ അവളുടെ കയ്യിലുള്ള പൈസ കുറയും. അതാണ് നമ്മൾ -163 എഴുതിയത്. അപ്പൊ ബാക്കി എത്ര രൂപ അവളുടെ കയ്യിലുണ്ടായിരുന്നു? 217 രൂപയാണ് അവളുടെ കയ്യിലുണ്ടായിരുന്നത്. ഓക്കെ, എന്ത് എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? 217 രൂപയാണ് അവളുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്നത്. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? എത്ര രൂപയാണ് ആദ്യം കയ്യിലുണ്ടായിരുന്നത്? അപ്പൊ ഇതല്ലേ ഇതിന്റെ സമവാക്യം എന്ന് പറയുന്നത്? ഇത്ര രൂപ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇത്ര രൂപ 163 രൂപ ചെലവാക്കി, അത് കഴിഞ്ഞപ്പോൾ ബാക്കി മെച്ചമുണ്ടായിരുന്നത് 217 രൂപയാണ്. സുഖമായിട്ട് ചെയ്യാം. നമുക്ക് എക്സ് ഈക്വൽ ടു 217 അതുപോലെ തന്നെ എഴുതി. മൈനസ് ഉള്ളത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? പ്ലസ് ആയിട്ട് മാറും. അപ്പൊ +163 ഈക്വൽ ടു
7 + 3 10 ബാലൻസ് 1 ആണ്. 6 + 1 7 8. അപ്പോൾ എത്ര രൂപയാണ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നത്? 380 രൂപയാണ് ആദ്യം കയ്യിലുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്? 380 രൂപ. ഓക്കെ, ഈസി അല്ലേ ചെയ്യാനായിട്ട്? ഇനി അടുത്ത പ്രോബ്ലം. ഒരു സംഖ്യയിൽ നിന്ന് ഒരു സംഖ്യയോട് 254 കൂട്ടിയപ്പോൾ 452. ഈ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സംഖ്യയിൽ നിന്ന് എന്താ ചെയ്തത്? ഒരു സംഖ്യയോട് 254 കൂട്ടിയപ്പോൾ 452. സംഖ്യ അപ്പൊ x ആണ് സംഖ്യ. x ആണ് സംഖ്യ എന്ന് വിചാരിക്കുക. ഓക്കെ, x ആണ് സംഖ്യ എന്ന് വിചാരിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യയോട്, അതായത് നമ്മുടെ സംഖ്യയോട് എത്ര രൂപ കൂട്ടിയപ്പോഴാണ്? 254 രൂപ കൂട്ടി. അപ്പൊ x + 254 = അപ്പൊ എത്ര കിട്ടി? 452. 452. വളരെ സുഖല്ലേ സമവാക്യം എഴുതാനായിട്ട്? ഒരു സംഖ്യയോട് കൂടി 254 കൂട്ടി പ്ലസ് 254 എത്ര കിട്ടി? 452 കിട്ടി. ഓക്കെ, നീ കണ്ടുപിടിച്ചൂടെ? x കണ്ടുപിടിച്ചൂടെ? x = നമ്പർ ഇതിനെ എന്താ പറയാ, എക്സിനെ ഒരു സൈഡിലേക്ക് നിർത്താം, ഇതിനെ നമ്പേഴ്സിനെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റാം. അപ്പൊ 452 ഉള്ളത് അത് അതുപോലെ തന്നെ എഴുതാം. ഇവിടെ പ്ലസ് ഉള്ളത് എന്താവും? -254. നമുക്ക് നോക്കാം. 452 നിന്ന് 254 കുറയ്ക്കാന്ന് പറഞ്ഞാൽ 8. ഇവിടെ അപ്പൊ 4 ആവും. 9. ഇവിടെ 3 ആവും. അപ്പൊ എത്ര? 198. അതാണ് നമ്പർ. 198നോട് കൂടിയിട്ട് 254 കൂട്ടുമ്പോൾ നമുക്ക് 452 കിട്ടും. വളരെ സുഖല്ലേ? ഇതേപോലെ തന്നെയാണ് അടുത്ത പ്രോബ്ലം വന്നിരിക്കുന്നത്. ഒരു സംഖ്യയിൽ നിന്ന് 198 കുറച്ചപ്പോൾ 163 കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതേപോലെ തന്നെ x ആണ് സംഖ്യ എന്ന് വിചാരിക്കൂ. ആ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുക. എക്സിൽ നിന്ന് 198 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 163. 163 സമവാക്യം കിട്ടിയത് കണ്ടോ? ഒരു സംഖ്യയിൽ നിന്ന് 198 കുറയ്ക്കുമ്പോൾ -198 = 163. അപ്പൊ ഏതാണ് സംഖ്യ എന്നാണ് ചോദിച്ചത്. അപ്പൊ എക്സിന് ഇവിടെ നിർത്തി. ഇനി അത് 163 അതുപോലെ തന്നെ എഴുതി. ഈ മൈനസ് ഉള്ളത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി മാറും? പ്ലസ് ആയി മാറും. 198 അല്ലെ? 198. അപ്പൊ ഇത് രണ്ടും കൂടി നോക്കാം. അപ്പൊ 198 പ്ലസ് എത്രയാണ്? 163. 11 ബാലൻസ് 1 10 16 ബാലൻസ് 1 3. അപ്പൊ എത്രയായി? 361. അപ്പൊ ഏതാണ് ആ സംഖ്യ എന്ന് പറയുന്നത്? 361 അല്ലെ? മനസ്സിലായില്ലേ ചെയ്യാൻ എങ്ങനെയാന്നുള്ളത്? എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ x എന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണോ അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതാൻ ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ സമവാക്യമൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.